എനിക്ക് നാലാമത്തെ പ്രാവശ്യം തോന്നുന്നു ഞാനിവിടെ നിമിഷ പാടിയ പ്രാർത്ഥന ഗംഭീരായിട്ടുണ്ട്. നന്മയുടെ കാവലാളാവാൻ ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കണേ എന്നാണ് പ്രാർത്ഥന. ഈ നമ്മൾ കാണുന്ന പ്രൊഫഷനുകളിൽ ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ്, അങ്ങനെ പല പ്രൊഫഷൻസ് ഉണ്ട്. ഈ എല്ലാ പ്രൊഫഷൻസും ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യത്തിൽ അധ്യാപകരും അഭിഭാഷകരും ഒരു കോമൺ ഫാക്ടറുണ്ട്. പണ്ട് മുതലേ നമ്മള് അധ്യാപകർ പണ്ട് സിനിമകളിലാണെങ്കിൽ ശങ്കരാണിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സിമ്പിളായിട്ട് കാണും. കാരണം പറഞ്ഞാൽ റെസ്പെക്ട്, സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ആഭിജാത്യം, പാരമ്പര്യം, ട്രഡീഷൻ ഇതൊക്കെ കൊണ്ട് ആദരവോടെ കാണുന്ന വിഭാഗമാണ് അധ്യാപകർ. അതേപോലെ തന്നെയാണ് അഭിഭാഷകര്. കാരണം വക്കീലിനെ കാണുമ്പോൾ പൊതുജനം, ജഡ്ജിമാരെയല്ല പൊതുജനങ്ങൾ റെസ്പെക്ട് ചെയ്യും. വക്കീൽമാരെ കാണുന്ന കാര്യം അവരാണ് കോടതിയിൽ കാര്യങ്ങൾ പറയുന്നത്, അവരാണ് കോടതിയിൽ കാര്യങ്ങൾ നടത്തി തരുന്നത്. അപ്പോ അവരെ കാണുമ്പോഴാണ് ജനങ്ങൾ ഈ അധ്യാപകരുടെ മറ്റു വിഭാഗത്തിന്റെ പ്രൊഫഷണൽ പ്രവർത്തനമാണെങ്കിൽ സാധാരണക്കാർ എപ്പോഴും ബഹുമാനിക്കും. അത് ആദരവുകൾ തന്നെയാണ് പലപ്പോഴും വക്കീൽമാർക്ക് ബഹുമാനിക്കുന്നത്. ഇത് എന്നോട് പറഞ്ഞത് എന്റെ സീനിയറാണ് ഈ കാര്യം. ഞാൻ 99 എന്നോട് ചെയ്തപ്പോഴും നമ്മൾ ട്രെയിനിങ് ഉണ്ടായി. എന്റെ ലാസ്റ്റ് ബാച്ചാണ് അപ്രന്റീഷിപ്പ്. അപ്പോൾ അപ്രന്റീഷിപ്പിൽ എന്റെ സീനിയർ ഓഫീസർ പോയപ്പോൾ ആദ്യം അദ്ദേഹത്തോട് പറഞ്ഞാൽ അത് കുട്ടിക്കെട്ടാൻ പറ്റി ബുക്ക് വൈസ് എന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ സീനിയർ ഒഴിച്ചാക്കാൻ അതാണ് എന്റെ ആദ്യത്തെ എന്താ പറയുക ആദ്യത്തെ എന്റെ ഗൈഡൻസ് അല്ലെങ്കിൽ ആദ്യത്തെ എനിക്ക് തന്ന ഡയറക്ഷൻ. അപ്പൊ അത് കുറ്റിക്കെട്ടാൻ തുടങ്ങിയ വളരെക്ഷൻ ഇന്ന് ഞാൻ നിങ്ങളുടെ പോഡിയത്തിന് പിന്നിൽ നിൽക്കുകയാണ്. നാട്ടിൽ അഭിഭാഷകൻ ഞാൻ കോളേജ് ലെക്ചറായി. അഭിഭാഷകനായ ശേഷം എനിക്ക് നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് മുണ്ട് മാടി ബസ് സ്റ്റോപ്പിൽ നിന്ന് ആൾക്കാർ എന്നെ കാണുമ്പോൾ മുണ്ടഴിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അതെനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ സിഗരറ്റ് കത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ സിഗരറ്റ് കളയുന്നത് ഞാൻ കണ്ടു. അപ്പൊ അത് കിട്ടുന്ന റെസ്പെക്ട് അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതേപോലെ സീനിയർ വക്കീൽമാർ പോകുമ്പോൾ ആൾക്കാർ കൈകൂട്ടുന്നത് ഞാൻ കണ്ടു റോഡ് സൈഡ്. അതേ സീനിയർ വക്കീൽമാർ തന്നെ ഏറ്റവും ജൂനിയറായ മുനിസിപ്പൽ കോടതിയുടെ ഓഫീസിന്റെ മുന്നിലൂടെ പോകുമ്പോൾ അതേ സീനിയർ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കണ്ടു. മുനിസിപ്പൽ അതായത് 70 വയസ്സുള്ള കുഞ്ഞിക്കണ്ണൻ വക്കീൽ എന്റെ നാട്ടിൽ മുനിസിപ്പൽ പോകുമ്പോൾ 22 വയസ്സുള്ള അദ്ദേഹം ജില്ലാജില്ലാണ് പോകുമ്പോൾ എഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇതൊക്കെ കാണിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ അത് ജൂനിയേഴ്സിനെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. സീനിയേഴ്സിനോട് പറയാൻ ആവശ്യമില്ല, നമ്മുടെ സിമ്പിളാണ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന ഈ പ്രൊഫഷന്റെ ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ആഭിജാത്യം അല്ലെങ്കിൽ അതിന്റെ പാരമ്പര്യം. എന്ത് മോഡേണൈസേഷനും എന്ത് ന്യൂ ജനറേഷൻ ഏത് രീതിയിൽ നമ്മുടെ മറ്റുള്ള തലമുറയുടെ മാറ്റങ്ങളെ പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഈ രണ്ട് ലീഗൽ പ്രൊഫഷൻ, ഈ ട്രഡീഷൻ അല്ലെങ്കിൽ ഇതിന്റെ ആ പഴയ ഇമേജ് അത് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫഷന്റെ എക്സിസ്റ്റൻസിനെ പറഞ്ഞു. അത് ജഡ്ജായാലും അഭിഭാഷകനായാലും ഈ ലീഗൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ വക്കീൽമാരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. ജഡ്ജാണെങ്കിലും വക്കീൽമാരാണ്. അപ്പൊ ഇതെന്റെ സീനിയർ എന്നോട് പറഞ്ഞ മറ്റൊരു അഡ്വൈസിൽ ഈ ഫംഗ്ഷനൊക്കെ ക്ഷണിക്കുമ്പോൾ രാവിലെ തൊട്ട് പോയിട്ട് പിറ്റേന്ന് എല്ലാം കഴിഞ്ഞ് അവിടെ അടുപ്പിൽ തീ ഇടുന്നത് വരെ അവിടെ നിൽക്കുന്ന പരിപാടി നിർത്തിക്കൊള്ളാനാണ് പറഞ്ഞത്. കാര്യം നിങ്ങളൊരു ഡിഗ്നിഫൈഡ് പ്രൊഫഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ആ ഡിഗ്നിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യണം. ഇത് തന്നെയാണ് ജില്ലാ ജഡ്ജായിട്ട് എനിക്ക് ട്രെയിനിങ് 2009 വന്നപ്പോഴും ജസ്റ്റിസ് ആർ ബസു അദ്ദേഹത്തിന് ഞങ്ങളൊരു എത്തിക്സിനെ പറ്റി ക്ലാസ് പോകുന്നത് അക്കാഡമി എന്ന് പറഞ്ഞിട്ടില്ല. ഇൻ യുവർ അപ്പിയറൻസ്, ഡയലോഗ്സ്, തോട്ട്സ്, മൂവ്മെന്റ്സ് യു മസ്റ്റ് ബി എ ജഡ്ജ് എന്നാണ്. ഇത് അഭിഭാഷകർക്ക് മാത്രമാണ്. നമ്മുടെ നടപ്പിലും നിൽപ്പിലും നോട്ടത്തിലും പെരുമാറ്റത്തിലും വേഷത്തിലും സംസാര രീതിയിലും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് പ്രൊഫഷണലാണ്. എന്നാൽ മാത്രമേ നമ്മളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നിലനിൽക്കൂ. പാവാട എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്ന ഡയലോഗ്, ഈശ്വര തുല്യമല്ലേ കോടതിയെ ഞങ്ങൾ കാണുന്നത്, ഈ കോടതി പരിഹരിച്ചിരുന്നു ഈ കാര്യം പറയാൻ ഇങ്ങനെയാണ് ആ ഡയലോഗ്. അത് ഒരു സിനിമയിൽ പറഞ്ഞാണെങ്കിൽ അത് ഒരു സാധാരണക്കാരന്റെ മനുഷ്യന്റെ ഉള്ളിലുള്ള വിശ്വാസമാണ് ഈ കോടതിയോടും നമ്മുടെ സംവിധാനത്തോടും. നമ്മുടെ കോട്ടനാടിൽ ഒരു ലിറ്റിഗന്റ് കയറുമ്പോൾ 10 പ്രാവശ്യം ആയിരിക്കും അവിടെ നിൽക്കണം, ഇരിക്കണം, ചിരിക്കാവോ, സംസാരിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം മുതൽ അവൻ ഭയപ്പാടില്ല. കാരണം അവൻ അതുവരെ പരിചയിച്ച അതുവരെ ഇടപെട്ടിരുന്ന
ഒരു വേദിയിൽ അല്ലെങ്കിൽ അയാൾ വരുന്നത്. അവിടെ യാതൊരു സ്വാതന്ത്ര്യമില്ല. അഡ്വക്കേറ്റ്സും ജഡ്ജും മാത്രം തീരുമാനിക്കുന്ന ഒരു ഹാളിലാണ് നടക്കുന്നത്. അപ്പൊ അവരെത്തപ്പെടുന്ന എന്തിനാണ്? അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ. ആ വിശ്വാസം അവിടെ വന്നാൽ സംഗതി പരിഹരിക്കപ്പെടുന്ന ഒരു വിശ്വാസം നിലനിർത്താൻ എനിക്കും നിങ്ങൾക്ക് നമുക്ക് രണ്ട് കൂട്ടർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രൊഫഷന്റെ ആഭിജാത്യം, പാരമ്പര്യം, മഹത്വം, റെസ്പെക്ട് ഇതൊക്കെ കീപ്പ് ചെയ്യാൻ ഞങ്ങളും നിങ്ങളും നമ്മളെല്ലാവർക്കും ബാധ്യതയുണ്ട്. അതെന്തെങ്കിലും നമ്മൾ അപജയപ്പെടുത്തുകയാണെങ്കിൽ അത് പോരമേ, അത് നമ്മൾ അടുത്ത തലമുറക്ക് കൊടുക്കുന്ന ഈ സംവിധാനം അങ്ങനെയായിരുന്നു. മറ്റൊരു വായനശാല പോലെയോ മറ്റൊരു വില്ലേജ് ഓഫീസ് പോലെയോ നമ്മൾ കോടതി മുറികൾ കാണിക്കാൻ പറ്റും. ഒരു കോടതി സമുച്ചയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് കോർട്ട് ഹാളാണ്, ചേംബറല്ല, കോർട്ടുകൾ. അവിടെയാണ് സാക്ഷികളുള്ളത്. അവിടെയാണ് അയാൾ സത്യം ചെയ്ത് മനസാക്ഷിയോ ഈശ്വരനെയോ സാക്ഷി നിർത്തിക്കൊണ്ട് വീട്ടു പറഞ്ഞുകൊണ്ട് സത്യം ചെയ്ത് സത്യം മാത്രം പറയാൻ പോകുന്ന വേദി ആ കോടതി. അവിടെയാണ് ജഡ്ജ്മെന്റ് എഴുതപ്പെടുന്നത്, ഒപ്പിടപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം സെക്രട്ടറി സ്ഥലം എന്ന് പറഞ്ഞ കോർട്ട് ഹാളാണ്. അവിടെ നീതിയുടെ സംരക്ഷണം മാത്രമേ, നീതിയുടെ പുലരുകൾ മാത്രമേ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ അതേ നമ്മൾ ചെയ്യണം. അപ്പൊ അത്രയും മഹത്തായ സംവിധാനത്തിന്റെ മഹത്തായ വക്താക്കളാണ് നമ്മളെല്ലാവരും. അത് ജൂനിയറായാലും സീനിയറായാലും നമ്മളെല്ലാവരും ചെയ്യുന്നത് ഒരേ ജോലിയാണ്, ഒരേ ലക്ഷ്യമാണ്, ഒരേ ഉത്തരവാദിത്തമാണ്. ജൂനിയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മറ്റൊരു പ്രൊഫഷൻ, IT പ്രൊഫഷൻ പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിലെ പ്രൊഫഷൻ പോലെയോ നിങ്ങൾക്ക് ഇൻകം പെട്ടെന്ന് കിട്ടിയില്ലായിരിക്കാം. പക്ഷേ ഈ പ്രൊഫഷന്റെ മറ്റൊരു പ്രത്യേകത സ്കൈ ഇസ് ദ ലിമിറ്റ് ആണ്. ആ തുടക്കത്തിൽ 5 പൈസയും കിട്ടിയിട്ടുണ്ടാവില്ല. അത് കപിൽ സിബൽ പോലെയുള്ള വലിയ ഫാമിലി എന്ന് പറഞ്ഞ ആൾക്കാരല്ലെങ്കിൽ പോലും നമ്മുടെ നിങ്ങളുടെ കൂടെ തന്നെയുള്ള സീനിയർ അഡ്വക്കേറ്റ്സിനെ നോക്കൂ. അതിൽ ഫസ്റ്റ് ജനറേഷൻ ജോബായിട്ട് എത്ര പേര് സക്സസ്ഫുൾ ആയിട്ടുണ്ട്? ഒരുപാട് പേരുണ്ട്. എന്റെ ഫാമിലി ആരും ലോയേഴ്സ് ഇല്ല. അപ്പോൾ അതേപോലെ തന്നെ പലരും ഉയർന്ന മേഖലകളിൽ എത്തിപ്പെടാൻ ഈ പ്രൊഫഷനിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപാട് സാധ്യത, പ്രാക്ടീസിൽ തന്നെ ഒരുപാട് സാധ്യത. നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി. ജസ്റ്റിസ് KT ശങ്കരൻ സാർ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. ഹൈക്കോടതിയിൽ UPC എന്ന് പറഞ്ഞൊരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കോടതിയിൽ പോകാൻ എല്ലാവർക്കും മടിയായിരുന്നു, പേടിയായിരുന്നു. കാര്യം എന്ത് സംഭവിക്കാവുന്ന കോടതിയിൽ വളരെ എന്താ പറയുക ഔട്ട്ബേസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. പക്ഷേ ശങ്കരൻ സാർ അദ്ദേഹത്തിന്റെ കോടതിയിൽ മാനേജ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയത് അദ്ദേഹം അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ കേസ് ആർഗ്യൂ ചെയ്തു. ശങ്കരൻ സാർ ആദ്യം ആർഗ്യൂ ചെയ്തത് അയാളുടെ കേസിന്റെ ഡീമെറിറ്റ്സ് ആണ് നല്ലതായിട്ട് ചിന്തിച്ചത്. എന്റെ കേസിന്റെ ദീസ് ആർ ദ ഡീമെറിറ്റ്സ്, ബട്ട് ദീസ് ആർ ദ പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് മൈ കേസ് എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് വരും. അപ്പം ആ ട്രാൻസ്പെറൻസി, ആ ഫെയർ അപ്രോച്ച് അദ്ദേഹത്തിന് ഗുണം ചെയ്യും. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മൾ കേസ് പഠിച്ച് കോടതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ പഠിക്കുക. നമ്മൾ മെറിറ്റ്സ് അതിനാൽ മാത്രമേ അപ്പുറത്ത് നമ്മുടെ ഡിമെറിറ്റ്സിനെ അപ്പുറത്തുള്ള ഡിഫറെന്റ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ചാലഞ്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് നമുക്ക് ഉത്തരം പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ അവിടെ നിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടില്ല, അഡ്ജന്റ് നെക്സ്റ്റ് ഡേ ആഫ്റ്റർ 1 day or 2 years തരും. പക്ഷെ പഠിക്കാതെ ഒരു ജൂനിയറും പോകരുത്. നമ്മൾ കോടതിയിൽ എത്തുന്നത് എല്ലാ വെപ്പൺസും എല്ലാ തരത്തിലും ബൈഹാർട്ട് ചെയ്ത് എല്ലാം ഉണ്ടാക്കിയാൽ പോകുന്നത്. എവിടെയെങ്കിലും മറന്നു പോവുകയോ ആശയക്കുഴപ്പം വരികയാണെങ്കിൽ അത് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചാൽ ജഡ്ജ് ചെയ്തു. പക്ഷെ ഒന്നും പറയാതെ മേ ബി അഡ്ജസ്റ്റ് എന്ന് പറയാനല്ല വക്കീൽമാർ അവിടെ വരുന്നത്, ജൂനിയർ ഒരിക്കലും അങ്ങനെ വരുന്നത്. അക്യൂസ്ഡ് പ്രസന്റ് എന്ന് പറയാൻ മാത്രമായിരിക്കും നിങ്ങൾ. ആ അക്യൂസ്ഡ് പ്രസന്റ് എന്ന് പറയുന്ന ഫയൽ നിങ്ങൾ കിട്ടിയാൽ ആ കോടതിയിലിരിക്കുന്ന 15 മിനിറ്റ് ആണെങ്കിൽ ആ 15 മിനിറ്റ് നിങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്താൽ എന്താണ് സംഗതി വായിച്ചു നോക്കി. ആ വായനയിൽ നിന്നാണ് നിങ്ങളുടെ അടുത്ത ഫയൽ നിങ്ങളിലേക്ക് വരുന്നത്. കാരണം നിങ്ങളുടെ ഒരു കോടതിയിലെ പ്രസന്റേഷൻ അത് പുറത്തുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നത്, കൂടുതൽ അഭിഭാഷകർ ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, കക്ഷികൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് എന്റെ അനുഭവമാണ്. എനിക്ക് ഒരു മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ജാതിയുടെയും ഒരു ജാതിയുടെ സംഘടനകളുടെയും പിൻബലം അന്നുമില്ല, ഇന്നുമില്ല. പക്ഷേ ഞാൻ പ്രാക്ടീസ് തുടങ്ങി അന്നുമില്ല. ഞാൻ ഓഫീസ് ഒഴിവാക്കുന്നത് വരെ ലക്ഷൂറിയസ് ആയിട്ട് എന്റെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ബാലൻസ് കൊണ്ടാണ് ഞാൻ ജില്ലാ ജഡ്ജായത്. എന്റെ അമ്മ ഇപ്പോഴും പറയായിരുന്നു, നീ എന്തിനാ ജഡ്ജിന്റെ പഠിക്കുന്നത്? സത്യമായിട്ട് പറയാം, അതൊക്കെ ഇഷ്ടമായിരുന്നു. അത് പറയാൻ കാരണം നേരത്തെ എനിക്ക് 2 ജോലി കിട്ടിയിട്ട് ഞാൻ പോകാതിരുന്നത്. ഹൈക്കോടതി അസിസ്റ്റന്റ് LLB ഫൈനൽ ഇയർ അപ്പോയിന്റ്മെന്റ് കിട്ടി, സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയില്ല. ഇതൊന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പോകണം. ഈ 2 വീട്ടിൽ പ്രാക്ടീസ് തുടങ്ങിയപ്പോഴും അപ്പോ എനിക്ക് അത്രയും പ്രൊഫഷണൽ അത്രയും എനിക്ക് വരാൻ പറ്റിയത് ഞാൻ ഡെഡിക്കേറ്റ് ആയിരുന്നു. 7:30 മണിക്ക് ഞാൻ എന്റെ ഓഫീസിലെത്തി. വൈകുന്നേരം 5:00 തിരിച്ചു. സൺഡേ പോലും ഞാൻ എന്റെ ഓഫീസിൽ തുറന്നു. എന്റെ സീനിയർ വക്കീലോ തുറന്ന് ഞാൻ ക്രിമിനൽ ജേർണലിലേക്ക് ഇപ്പോഴും ക്രിമിനൽ ജേർണലൊക്കെ വായിച്ച് നോട്ട്സുകളൊക്കെ ഡയറക്റ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്തപ്പോൾ
എന്റെ കോടതിയിലെ പ്രസന്റേഷൻ ആൾക്കാർ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഫയലുകൾ തരാൻ പറ്റും, അഡ്വക്കേറ്റ്സിന്റെ ഫയലായിരിക്കും. അങ്ങനെയാണ് എനിക്ക് എന്റെ പ്രൊഫഷനിലേക്ക് സക്സസ്ഫുൾ ആവാനും ഇവിടെ എനിക്ക് ഈ ജഡ്ജിന്റെ ലെജിസ്ലേച്ചറിന്റെ എക്സാം എഴുതുമ്പോൾ എന്റെ ഫയലുകൾ മുഴുവൻ എന്റെ സുഹൃത്തുക്കളായ വക്കീൽമാർക്ക് വാങ്ങിച്ചുകൊണ്ട് അവര് റെപ്രസെന്റ് ചെയ്ത് ഫീസ് വാങ്ങിച്ചെങ്കിൽ വീട്ടിൽ ചെയ്തു. അപ്പൊ അത്രയും കോർഡിനേഷൻ നമ്മുടെ സഹവർത്തിത്വം ഒക്കെ നമ്മൾ സഹായിക്കും. അപ്പൊ ചെയ്യേണ്ടത് നമ്മൾ ഇതിനോട് പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാം. ആരെന്ത് പറഞ്ഞാലും സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഇത്രയും എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റും കിട്ടുന്ന ഒരു പ്രൊഫഷൻ ഉള്ളത് ലീഗൽ പ്രൊഫഷൻ. സീറോ ബെനിഫിറ്റ്, സീറോ ഇൻവെസ്റ്റ്മെന്റ്. എനിക്ക് കോഴിക്കോട് ലോ കോളേജിൽ എലക്ട്രി പഠിക്കാൻ ടോട്ടൽ വന്ന എക്സ്പെൻസ് 13,000. കാരണം ഞാൻ ആഴ്ചക്ക് 2 ദിവസം പോയിരുന്നു പോലെ. പിന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച കോളേജ് ക്ലാസ് ഇല്ലാത്ത ഗസ്റ്റ് ലെക്ചർ പോകാൻ പറ്റാത്ത ദിവസം ഞാൻ ക്ലാസ് എടുക്കാൻ പോയി. അതുകൊണ്ട് എനിക്കത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം ഏറ്റവും ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ലീഗൽ പ്രൊഫഷൻ ആരെങ്കിലും പറയാൻ വക്കീൽ പണി പോയാൽ നിങ്ങൾ നശിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഞാൻ കാസർഗോഡ് ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഡോക്ടറെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള ലിസ്റ്റിൽ വന്നിട്ട് ക്ലർക്കായിട്ട് പോസ്റ്റ് ചെയ്താൽ ഞാൻ പോകും. BAMS 4 വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു. 1 വർഷം ഹൗസ് സർജൻസി, 6 മാസം സീനിയർ ഹൗസ് സർജൻസി. ഏകദേശം എത്രയോ ലക്ഷം ആ കുട്ടി പഠിച്ചിട്ടുണ്ട്. LD ക്ലർക്കിന്റെ ഇന്റർവ്യൂവിന്റെ ലിസ്റ്റ് വന്നപ്പോഴും എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് ഇടയ്ക്കൊരു പെൺകുട്ടി വന്ന് ഇന്റർവ്യൂ തന്നെ ഈ കുട്ടികളുടെ എന്താ പറയാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്റെ മുമ്പിൽ ക്വാളിഫിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വന്ന ലിസ്റ്റ് വെറുതെ മറിച്ച് നോക്കിയപ്പോഴും വാട്സ്ആപ്പ് ക്വാളിഫിക്കേഷൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് BAMS. ഞാൻ ഷോക്കായിരുന്നു. ഇതെന്താ ഡോക്ടറെ ഈ ക്ലറിക്കൽ പോസ്റ്റ് വരാൻ കാരണം? ആ ഡോക്ടറിനോട് പറഞ്ഞ കാര്യം, സാറേ ഞാൻ വീട്ടിൽ ബോർഡ് വെച്ചിട്ട് 2-3 കൊല്ലമായി, കല്യാണം കഴിച്ച് കുട്ടിയും, ഒരാള് വരുന്നില്ല, വീട് പൈസ വേണം, ആൾക്കാർ വെച്ച് വായ്പ ലഭിക്കാൻ പറ്റില്ല, ഡോക്ടറാണ്, എങ്ങനെ സർവൈവ് ചെയ്യും? അപ്പം 24,000 രൂപ എങ്ങാണ്ട് കിട്ടുന്ന LD ക്ലർക്കിന്റെ പോസ്റ്റ് ഞാൻ അങ്ങനെ പറ്റില്ല. കാരണം അത്രയും കമ്പ്യൂട്ടർ വഴി എല്ലാ സ്ഥലത്തും നല്ല എല്ലാ തരത്തിലും ഫിറ്റാണ്. അത്രയും ഇന്റലിജന്റ്, അത്രയും സ്മാർട്ടായ ആയുർവേദ ഡോക്ടർക്ക് ജോലി കിട്ടിയില്ലാത്ത സത്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിൽ മെഡിക്കൽ പ്രൊഫഷനാണ് എനിക്കറിയാം. 1 വർഷം ഏകദേശം 15,000 to 20,000 മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഇറങ്ങാൻ പറ്റും. അപ്പൊ ലീഗൽ പ്രൊഫഷനിൽ ഇത് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഒരു ഡോക്ടർ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഡോക്ടർ 40+ ആണ് PG ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല വാഹനങ്ങൾ ഉണ്ടായിരുന്ന ഡോക്ടർമാർക്ക് അല്ലേ ഉണ്ടായിരുന്നവർക്കാണ് തിയേറ്ററുകാരും മാരുതി വന്നപ്പോഴൊക്കെ അവരായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുന്നതിൽ അവർ പോകുന്നത് താരകാർക്കും മറ്റേ. അപ്പോൾ എല്ലാ പ്രൊഫഷനിലും റിസ്ക് ഇപ്പം ഒരേപോലെയാണ്. ഞാൻ പറഞ്ഞു വന്നത് അതിൽ ഏറ്റവും റിസ്ക് പറയുന്നത് അഭിഭാഷകർക്കാണ്. കാര്യം നമ്മള് മീഡിയയിലും എല്ലാ സ്ഥലത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒറ്റ സംവിധാനത്തെ പറ്റി മാത്രമാണ്, കോടതിയെ പറ്റി മാത്രം. കോടതിയെ പറ്റി ഈ ഇന്ത്യ ടുഡേ ചാനൽ എല്ലാ ദിവസവും രാവിലെ 7:00 ബിഗ് റിപ്പോർട്ട്സ് ഇൻ ബിഗ് കോർട്സ്, റിപ്പോർട്ട്സ് ഇൻ ബിഗ് കേസസ് എന്നുള്ളതാണ് സ്ക്രോൾ ചെയ്ത് രാവിലെ 7:00 ഇന്ത്യ ടുഡേ ചാനൽ ഹൈലൈറ്റ് ഹെഡ്ലൈൻ ആയിട്ട് സ്ക്രോൾ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ലീഗൽ പ്രൊഫഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആരെങ്കിലും ഡിസപ്പോയിന്റഡ് ആണെങ്കിൽ അവരെ എന്താണ് അറിയുക, ഒരുപാട് സ്കോപ്പുള്ളതാണ്, മൾട്ടി ഓപ്പർച്യൂണിറ്റീസ്. ആദ്യം പൈസ കിട്ടില്ല, പക്ഷെ കിട്ടാൻ തുടങ്ങിയാണ് സ്കൈസ് ദ ലിമിറ്റ്. ഇത് തന്നെയാണ് കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലാസ്റ്റ് പേജിൽ ഫീച്ചർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഫീച്ചർ കഴിഞ്ഞ ആഴ്ച വന്നത് ഇതാണ്, സുപ്രീം കോടതിയിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നാണ്. അതിന്റെ 3 യങ് ലേഡി ലോയേഴ്സ് ആണ് അതിനകത്ത് ഫീച്ചറിൽ പ്രസന്റ് ചെയ്യപ്പെട്ടത്. ഒന്ന് ഒരു ലേഡി സക്സേന, പിന്നൊന്ന് പാണ്ഡവ്, ഇങ്ങനെ യങ് ലോയേഴ്സ്. അവരുടെ എക്സ്പീരിയൻസ് അവർ പറയുന്നത് എങ്ങനെയാണോ, ഒരാൾ അഡീഷണൽ സോഴ്സ് ജനറോട് ഇന്ത്യൻ ആയിരുന്നു, എങ്ങനെയാണ് അവർ ആ ലെവലിലേക്ക് എത്തിയത്. യങ് ലോയേഴ്സ്, ബിലോ 30 ലോയേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ വായിക്കാം. അങ്ങനെ എക്സ്പീരിയൻസിന് നിങ്ങൾക്കറിയാം ഒരുപാട് സാധ്യതകൾ ഇപ്പോഴുണ്ട്. കാരണം മാവേലിക്കര നിന്നുകൊണ്ടൊക്കെ ഡൽഹിക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോഴും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കോർട്ട് സെന്ററുകളുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോവുകയാണ്. എല്ലാവർക്കും എല്ലാ സ്ഥലത്തും എത്തിക്കണം. എക്സസിബിലിറ്റി എന്ന് പറയുന്ന ഇഷ്യൂ ഒരു പരിധി വരെ നമ്മൾ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബെയിൽ അപ്ലിക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടോ അല്ലെ അപ്പീൽ അഡ്മിഷനോ വേണ്ടിയിട്ട് ആരും തന്നെ എന്റെ കോടതിയിൽ വരേണ്ട ആവശ്യമില്ല. അവിടെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഹാർഡ് കോപ്പി ഫയലിംഗ് ആണെങ്കിൽ പോലും സിവിൽ ആണെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ സിവിൽ PC അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ കാര്യങ്ങളൊന്നും സ്റ്റേ പെറ്റീഷൻ 2-3 സെന്റൻസ് അപ്പൊ തന്നെ അഡ്മിറ്റ് ചെയ്ത് സ്റ്റേ കാൻഡ് പോവാണ്. അപ്പൊ അതുകൊണ്ട് ജില്ലാ കോടതി ഫയലിംഗ് സെന്റർ എവിടെയാണെങ്കിലും ഒന്നും പ്രസക്തി ചെയ്യും. ബെയിൽ അപ്ലിക്കേഷൻ ഇത് തന്നെ മിക്കവാറും ഇപ്പൊ 2-3 അപ്ലിക്കേഷൻസ് ഡയറി വരുന്നത് VC-യിലാണ് ചേർക്കാറുള്ളത്. അതൊന്നും ചോദിക്കാറില്ല. പ്രോസിക്യൂട്ടർ എവിഡൻസ് റിപ്ലൈ ഉണ്ടാവും, വക്കീൽ എന്തെങ്കിലും 2-3 ക്വസ്റ്റ്യൻസിന് ആൻസർ പറയും, അവിടെ തീരെയാണ്. അപ്പം കൺവീനിയൻസ് പുതിയ വക്കീൽമാർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്.
പ്രത്യേകിച്ച് യങ് ലോയേഴ്സിൽ IT സാവി അല്ലെങ്കിൽ IT കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് ടെക്നോളജി അവർക്ക് അറിയാവുന്നതുകൊണ്ട് വളരെ സൗകര്യമാണ്. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഭൗതിക സാഹചര്യങ്ങൾ നമ്മളെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എത്ര മിടുക്കനോ മിടുക്കിയോ ആയിക്കോട്ടെ, നിങ്ങൾ ഈ 213 വർഷം പാരമ്പര്യമുള്ള ഈ ബാറിന്റെ പതാക വാഹകരായിരിക്കണം. ഇത് നൽകിയിരിക്കുന്ന പാരമ്പര്യം, ഇതിന്റെ അന്തസ്സും ആശ്ചാത്യവും നിങ്ങൾ നാളെ എൻറോൾ ചെയ്യാൻ വരുന്ന കുട്ടികൾക്ക് മാതൃകയാകാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മുന്നിലിരിക്കുന്ന അഭിഭാഷകർക്ക് കിട്ടുന്ന മാന്യതയും ബഹുമാനവും ആദരവും പ്രൊഫഷണൽ ബ്രീഫിംഗ് കിട്ടില്ല. അതൊരു സത്യമാണ്. നിങ്ങളൊരു മറ്റൊരു IT പ്രൊഫഷണൽ പോലെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫയൽ കിട്ടില്ല. നിങ്ങൾ ഡിഫറന്റ് ആണ് എന്ന് ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ളത്. എന്താ വെച്ചാൽ LLB എടുത്ത സന്ദേശത്തിൽ ശ്രീനിവാസനോട് ചോദിക്കുന്ന ശ്രീനിവാസൻ മനോഹരമായിട്ട് ആലോചിച്ചു. എന്താ പറയുക, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവാൻ ഏറ്റവും നല്ല മാർഗം LLB ഡിഗ്രിയാണ്. കാരണം ലോ പഠിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തൊക്കെയോ അറിയുന്നവർ കളിക്കുന്നത് ഇത്രയും ശ്രദ്ധിക്കണം എന്നൊരു ഇമേജ് ഉണ്ട് സൊസൈറ്റി. അത് നിലനിർത്തി അത് കിട്ടിയത് ഇവരെ പോലുള്ള വലിയ വക്കീലന്മാരെ നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചത് കൊണ്ടാണ്. അപ്പോൾ ആ ട്രഡീഷൻ നമ്മൾ കീപ്പ് ചെയ്യും, അന്തസ്സായിട്ട് നമ്മൾ അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും അതേപോലെ അവരോട് ബിഹേവ് ചെയ്യും, അതേപോലെ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ആദരവുണ്ടാവും. അവർ മറ്റൊരു കക്ഷിയെ നിങ്ങളെ തിരിച്ചു. മനസ്സിലാക്കേണ്ടത് ഈ ബാറിന്റെ പാരമ്പര്യം, ഈ 213 കൊല്ലം ഈ ബാർ ഇങ്ങനെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗതിയുടേതല്ല, ഈ സിസ്റ്റത്തിന്റെ അച്ചീവ്മെന്റ്. ഈ സിസ്റ്റം നമുക്ക് എങ്ങനെയാണോ കിട്ടിയത് ആ സിസ്റ്റം അതിനേക്കാൾ മനോഹരമായ തിളക്കത്തോടുകൂടെ അടുത്തയാൾക്ക് കൊടുക്കുകയും ഓരോരുത്തരും മാതൃകയാവുകയും ചെയ്ത് ഈ നിമിഷ പാടിയതുപോലെ നമ്മൾ ആ നന്മയുടെ കാവലാളുകളായി മാറുന്നു എന്ന് ആണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഈ മൊത്തം ബാറിനെ മാറ്റുകയും അതിന്റെ ഉത്തരവാദിത്തം എന്റെ മുന്നിലിരിക്കുന്ന ജൂനിയേഴ്സിനാണ്. ഈ ഡയറക്ടറോടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജും അവർക്കാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പം എന്റെ നാട്ടിൽ കോഴിക്കോട് നിന്ന് വടകരയിൽ നിന്ന് മാവേലിക്കൽ ഒരു ബ്രീഫ് ഉണ്ടെങ്കിൽ അത് അവിടെ ആരെ ഏൽപ്പിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഡയറക്ടറി വളരെ ഉപകാരം എനിക്ക് ഉപകരിക്കപ്പെടും, മറ്റു പലർക്കും ഉപകരിച്ചിട്ടുണ്ടാവും. ഈ ഡയറക്ടറിയാണ് ബാർ അസോസിയേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് അപ്ഡേഷൻ കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു 2 വർഷം കൂടുമെങ്കിൽ 3 വർഷം കൂടുമെങ്കിൽ ഒരു അപ്ഡേഷൻ അത് നന്നാണ്. അഡീഷണൽ പേജസ് എഴുതി തന്നാൽ മതി. അപ്പോൾ കൂടാതെ അതിനകത്ത് വെബ്സൈറ്റ്, പിന്നെ എനിക്ക് തോന്നുന്നത് ബാർ അസോസിയേഷന്റെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഈ ഡയറക്ടറി അപ്ഡേറ്റ് ചെയ്യും. ഫോൺ നമ്പറും ഫോട്ടോസും അഡ്രസ്സും ഒക്കെ വെച്ചിട്ട് വെബ്സൈറ്റിലും അപ്ഡേറ്റ് ചെയ്യും. കാരണം പലർക്കും NRIs ഉള്ള സ്ഥലമാണ് ഇവിടെ, പ്രത്യേകിച്ച് പത്തനംതിട്ടയുടെ മേഖലയിലാകുമ്പോൾ കൂടുതൽ NRIs ഉള്ളത്. അവരുടെയൊക്കെ ലിറ്റിഗേഷൻ ഉണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യുക വെബ്സൈറ്റ് നോക്കിയിട്ടായിരിക്കും. നിങ്ങളുടെ ഡയറക്ഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അവർക്കൊരു ഗുണമാണ്, നിങ്ങൾക്ക് അച്ചീവ് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ആണ്. അപ്പം വെബ്സൈറ്റ് വാട്സ്ആപ്പ് നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാവണം, അത് അപ്ഡേറ്റ് ചെയ്യപ്പെടണം, അതിൽ മെയിലിൽ കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ കോൺഫറൻസ് നിങ്ങൾക്ക് നടത്താം, ഓൺലൈൻ സെമിനാർസ് നടത്താം. അങ്ങനെ ഒരു എപ്പോഴും നമ്മൾ എന്താണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനും കൂടി ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം അസോസിയേഷൻസ് ഉപയോഗിക്കണം. മറ്റെല്ലാ മേഖലകളിലും കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ നടത്തുന്നു. ഇനി അടുത്ത തന്നെ ഈ ജനുവരി 10 ഞാൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സന്തോഷ് കുക്കിനോട് പറഞ്ഞിരുന്നു. ജനുവരി 10 നമുക്കൊരു പ്രോഗ്രാം വരുന്നുണ്ട്. പുതിയ ഫയലിംഗിന്റെ മോഡ്യൂൾ മാറുകയാണ്. ജനുവരി 1 വയനാട്ടിലാണ് അത് പിന്നെ റോൾ ഔട്ട് ചെയ്യുന്നത്. ഫെബ്രുവരിയോട് കൂടി ഓൾ ഓവർ കേരളത്തിൽ റോൾ ഔട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അതിനുള്ള ട്രെയിനിങ് എല്ലാ വക്കീൽമാർക്കും എത്തിക്കാന്നുള്ളത്. അപ്പം നിങ്ങളുടെ ആരൊക്കെയാണ് അതിന് വില്ലിംഗ് ആവുന്നുള്ളതിന്റെ ലിസ്റ്റ് നമ്മുടെ പ്രസിഡന്റോ സെക്രട്ടറിക്കോ കൊടുക്കുക, ബാർ അസോസിയേഷൻ കൊടുക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വെന്യൂ ഞങ്ങൾക്ക് ഫിക്സ് ചെയ്യണം. എത്ര മെമ്പേഴ്സ് അതിനകത്ത് വരുന്നുണ്ട് എന്ന് നോക്കിയിട്ട് വേണം. പുത്തൂർ ഓഡിറ്റോറിയം ഹൈക്കോടതിയാണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ അത് ആലപ്പുഴയായിരിക്കും അത് അറേഞ്ച് ചെയ്യുക. അപ്പോൾ അതിന്റെ ലിസ്റ്റും നിങ്ങൾ കൊടുക്കണം. ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനെങ്ങനെ എക്വിപ്ഡ് ആവാന്നുള്ളതാണ്. ഫയലിംഗിന്റെ പുതിയ രീതി എങ്ങനെ പരിചയപ്പെടുത്താന്നുള്ളതാണ്. അപ്പൊ അതിന് ആരൊക്കെയാണ് വരിക എന്നുള്ളത് ബാർ അസോസിയേഷൻ കൊടുക്കുക. ആ ലിസ്റ്റ് എനിക്ക് കിട്ടിയ എനിക്കത് ഹൈക്കോടതി കൈമാറുന്നതാണ്. ജനുവരി 10 അത് നടത്തേണ്ടതുണ്ട്. അപ്പൊ അതും കൂടി തരും. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് പരസ്പരം സഹകരിച്ച് പോവുകയാണെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇനി അവസാനമായി പറയാനുള്ളത് 14-ാം തീയതി അദാലത്തിലേക്ക് നിങ്ങളുടെ എല്ലാ സഹകരണവും മാക്സിമം കോൺട്രിബ്യൂഷൻ എല്ലാവരുടെയും ഇൻഷുറൻസ് വക്കീലോട് ചിരിക്കുന്നുണ്ട് കഴിഞ്ഞ രീതിയിൽ വേണ്ടതാണ്. എല്ലാ പ്രോഗ്രസും ഉണ്ടാവണം. കടത്തീർക്കണം. സന്തോഷ് വക്കീൽ പറഞ്ഞിട്ട് തന്നെയായിരിക്കും. എന്നെ ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യം, ഒരാൾ സങ്കടം കൊണ്ട് പണമില്ലാത്തതുകൊണ്ട് ഒരാൾ പണം കിട്ടാൻ അർഹതയുണ്ടായിട്ടും പണം കിട്ടാഞ്ഞത് കൊണ്ട് ഒരാളെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഒരിക്കലും കിട്ടാത്ത ഒരു സംഗതി പറഞ്ഞാൽ കരയിൽ നമുക്ക് സഹകരിക്കാനേ വരും. പക്ഷെ കിട്ടാനുള്ള സാധനം കൊടുക്കാതെ അതിന് അയാൾ സങ്കടപ്പെടുന്നത് പരിതാപകരം. അത് നമുക്ക് ഒരിക്കലും ഒരു ഈശ്വരന് കൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട്
അത്തരം കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി പോസിറ്റീവ് ആയിരിക്കും. എന്തായാലും തീർക്കേണ്ടതാണ് ഇതില്ലെങ്കിൽ എല്ലാ കേസും. അപ്പൊ അതുകൊണ്ട് അദാലത്തുകളെയും നമ്മൾ പോസിറ്റീവായി കുറിച്ച് ചെയ്യാം, മീഡിയേഷനെ പോസിറ്റീവായി കുറിച്ച് ചെയ്യാം. എനിക്ക് തോന്നുന്നു അമ്പിളിയുടെ കോടതി അമ്പിളി ഇടപെട്ട് 3-4 കേസുകൾ തീർത്തിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അത് ഓൾഡസ്റ്റ് കേസ്, അതിന് ബാർ അസോസിയേഷന്റെ വക്കീൽമാരുടെ വളരെ സഹായം കിട്ടിയെന്നും അമ്പിളി ജഡ്ജിനോട് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ നമുക്ക് പരസ്പരം സഹകരിക്കുകയാണെങ്കിൽ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് നമുക്ക് നമ്മുടെ ജസ്റ്റിസ് ഡെലിവറിയിൽ ഉണ്ടാകും. അല്ലാണ്ട് ഒരു ജഡ്ജി നാളെ എഴുന്നേറ്റ് തോന്നിട്ട് തീർത്തെന്ന് പറഞ്ഞാൽ തീർക്കാൻ സംഗതി എല്ലാ കേസുകൾ. കാരണം അതിനകത്ത് ഒരുപാട് ഇഷ്യൂസ് ഇൻവോൾവ് ആണ്. പിന്നെ വ്യക്തികൾക്ക് ഇതിനകത്ത് ഒരു പ്രാധാന്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ 2009 2 പ്രാവശ്യം ജില്ലാ ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ മഹാഭാഗ്യം കിട്ടിയവളാണ് ചരിത്രത്തിൽ. 2 പ്രാവശ്യം ജില്ലാ ജഡ്ജിയായി സത്യപ്രതിജ്ഞ. അപ്പോൾ ഞാൻ 2 പ്രാവശ്യവും ബാങ്കറ്റ് ഹാളിലെ ഫോട്ടോ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തപ്പോഴും ഞാൻ കണ്ടത്, എനിക്ക് ചുറ്റും ഒരുപാട് ഫോട്ടോസ്, ഇന്നും ഹൈക്കോടതിയിൽ ഒരുപാട് ഫോട്ടോസ് ബാങ്കറ്റ് ഹാളിൽ പോയത്. അത് എത്ര പേര് നമ്മൾക്കറിയാം? എനിക്കതിപ്പോൾ ഒരു 10-20 ജഡ്ജിമാരെ മാത്രം എനിക്കതിനെ മനസ്സിലാവുകയാണ്. കാരണം ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തിക്ക് ഒരു പ്രാധാന്യമില്ല. അയാൾ എന്ത് ആ സമയത്ത് ചെയ്തു എന്നതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത്രയും മഹാത്മാഗാന്ധിയോ വിവേകാനന്ദനോ അല്ലെങ്കിൽ ഷേക്സ്പിയറോ അങ്ങനെയുള്ള അതിലും നമ്മളെ വളരെ സാധ്യത വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയം, നമ്മൾ ജീവിക്കുന്ന സമയം മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു എന്നുള്ളത് മാത്രമേ നമ്മൾക്ക് ആത്മസംതൃപ്തിക്ക് അവസാന കാലത്ത് ചെയ്യും. ഒരു ദിവസം നമ്മളെല്ലാവരും ഇവിടെ ഇട്ട് ഒരു ഡെഫിനറ്റിലേക്ക് നമ്മൾക്കറിയുന്നതാണ്. അത് ഇന്നോ നാളെയോ എപ്പോഴാണെന്ന് പറയാം. നമ്മുടെ ചുറ്റും ഒരുപാട് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ, ഇല പൊഴിയുന്നത് പോലെ മനുഷ്യരിങ്ങനെ മറഞ്ഞുകൊണ്ട് നമ്മൾ പോയിട്ടുണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് സ്റ്റീവൻ ഹാക്കിംഗ് പറഞ്ഞതുകൂടി പറഞ്ഞു നിർത്താം. ഈ പ്ലാനറ്റിന് ഓൾറെഡി പ്ലാനറ്റ് ഓവർ പോപ്പുലേറ്റഡ് ആൻഡ് ഓവർ പൊല്യൂട്ടഡ്. അദ്ദേഹം ഒരു പ്രഡിക്ഷൻ കൂടി എത്തും. ബൈ 2100 അതായത് 2600 ഈ പ്ലാനറ്റ് ഡെവാസ്റ്റേറ്റഡ് ആവും, ഫിനിഷ്ഡ് ആവും. അത് ഒരു ദിവസം കൊണ്ടല്ല നടക്കുക. നാച്ചുറൽ കലാമിറ്റിയിലൂടെ, മാരക രോഗങ്ങളിലൂടെ, ഒരുപാട് ദുരന്തങ്ങളിലൂടെ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഈ പ്ലാനറ്റ് നമുക്ക് ജീവന് അധിവസിക്കാൻ പറ്റാത്ത രീതിയിലായി തീരുമെന്നാണ് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തത്. അപ്പോ എന്തായാലും എന്നും എല്ലാ കാര്യങ്ങൾക്കും എല്ലാം ഒരേപോലെ ഉണ്ടാകും. കുറവും ഏറ്റക്കുറച്ചിലും ലാഭവും നഷ്ടവും വിജയവും പരാജയവും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കൊന്നേ ചെയ്യാൻ പറ്റും, ഉള്ള സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് ഹാപ്പി ആയിരിക്കും. ആ ഹാപ്പിനെസ്സിനാണ് ആ പ്രാർത്ഥനയുടെ ഉദ്ദേശം. ആ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ജീവിതപ്പെടുത്താം. എല്ലാ ആശംസകളുടെയും ഈ പരിപാടി ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി.